മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ 3 സത്യങ്ങളെ പറ്റിയാണ് ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. 3 സത്യങ്ങൾ. എന്താണ് ഈ 3 സത്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 3 പ്രാവശ്യം യേശു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് പറയുന്നത്. യേശു ഒരു ഇടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തെ പറ്റിയോ ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ ആണയിടരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശു ഇവിടെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആദ്യത്തെ സത്യം? ആദരിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ദൈവപുത്രനെ യേശുവിനെ ആദരിക്കണം, ആരാധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, അങ്ങനെ അവനിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്താൽ എന്തുണ്ടാകുന്നത്? നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. 1 ആരാധിക്കണം, 2 നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്നാൽ മരിച്ചവരും ജീവനിലേക്ക് കടന്നു വരും. അവരടക്കം യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർക്ക് ജീവനുണ്ട് എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് പറയുന്നത്. മരിച്ചാലും ജീവിക്കും, നിത്യജീവനുണ്ട്, ആരാധിക്കണം എന്നാണ് പറയുന്നത്. ഈ ആരാധിക്കേണ്ടതിൻ്റെ കാരണം എന്നുള്ളത് യേശു വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? പിതാവ് കാണിച്ചു കൊടുക്കുന്നതല്ലാതെ പുത്രന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ദൈവം കാണിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നും തന്നെ യേശുവിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നല്ല, എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനിയും വലിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം അവനിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്, യേശുവിനിൽ നിക്ഷിപ്തമാണ്. യേശുവിലൂടെ അല്ലാതെ മറ്റാർക്കും ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. വിധി മുഴുവൻ യേശുവിൻ്റേതാണ്. ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്നൊക്കെ നമ്മളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. അതടക്കം യേശുവിന് ചെയ്യുവാനായിട്ട് സാധിക്കും. പിതാവ്, അതായത് ദൈവം, അവനതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈക്വലാണ്. ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈക്വലാണ്. അവിടെ വേർതിരിവില്ല. പിതാവ് പുത്രന് കാണിച്ചു കൊടുക്കുന്നു, പുത്രനെല്ലാം പരിശുദ്ധാത്മാവിനെ അധികാരപ്പെടുത്തി കൊടുക്കുന്നു. നമ്മളൊക്കെ ആയിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്. യേശു പറയുന്നത് അവിടെ അവസാനം പറയാണ്, നിങ്ങൾ ആദരിക്കണം. ആരെയാണ് ആദരിക്കേണ്ടത്? പിതാവിനെ ആദരിക്കുകയാണെങ്കിൽ പുത്രനെ ആദരിക്കും. അതായത് പിതാവിനെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പുത്രനെയും ആരാധിക്കും. ഇനി പുത്രനെ ആരാധിക്കുന്നവനാണോ, അവൻ ദൈവത്തെ ആരാധിക്കും. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുക. ഏത് ദൈവമാണെങ്കിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ, സത്യദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ പറ്റില്ല എന്നാണ് പറയുക. ബൈബിള് കുറേയൊക്കെ കടമെടുത്ത് ജീവിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രസ്ഥാനത്തെ നോക്കിക്കൊണ്ടും യേശു പറയും, ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? അത് ഏകസത്യ ദൈവമായ കർത്താവിനെയാണ്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അത് ദൈവമാണ് സർവസ്വം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവനെ ആരാധിക്കുന്നവൻ പുത്രനെ ആരാധിക്കാതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആരാധിച്ചേ പറ്റൂ. ഇവനിലൂടെയാണ് ഈ ആരാധനകളെല്ലാം ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് മനുഷ്യനായി പിറന്ന ദൈവം മനുഷ്യനായി പിറന്ന ആ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ യേശുവിലൂടെ മാത്രമേ നമുക്ക് ആരാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കടമ്പ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ലോജിക്കായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വെക്കുക. ഇതാണ് മക്കളെ യേശുവിൽ ആരാധിക്കേണ്ടതിൻ്റെ കാരണം എന്തെന്ന് പറയുക. പലപ്പോഴും നമ്മളോട് പല വ്യക്തികളും ചോദിക്കുക, എന്തിനാ നിങ്ങളൊക്കെ ഈ ആരാധനാലയത്തിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്കോ റിട്രീറ്റ് സെൻറ്ററിലേക്കോ ഒക്കെ ഇങ്ങനെ ഊട്ടിപ്പോകുന്നത്? ആരാധിക്കാനാ, ദൈവത്തെ കാണാനാ. ദൈവം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു, പിതാവ് കാണിച്ച് തരുന്നതെല്ലാം, ചെയ്ത് കാണിക്കുന്നതെല്ലാം നമുക്കുള്ളതാ. ഇവിടെ കാണിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാ. അങ്ങ് അകലങ്ങളിലായിരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കാതെ ആയിരിക്കുമ്പോൾ കേൾക്കുന്നതേ അവർ പ്രവർത്തിക്കുകയുള്ളൂ, കാണുന്നതേ അവർ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ. നിങ്ങൾ ചന്തയിലാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിരിക്കും? തക്കാളിക്ക് ഇത്ര വില, പടവലങ്ങിക്ക് ഇത്ര വില,
എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. ഇവിടെ വരുമ്പോൾ എന്താ തക്കാളിക്ക് ഇത്ര വില എന്ന് പറയുമോ? തക്കാളിക്ക് 100 കടന്നു വരുന്നു അങ്ങനെ പറയുമോ? അങ്ങനെയാണോ പറയും ഇവിടെ? പിന്നെന്താ പറയുക? യേശുവിൻ്റെ നാമം ഉച്ചരിക്കുക, യേശു 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 കടന്നു വരണമേ എന്ന് പറയും. അവിടെ തക്കാളി മേടിക്കാനല്ല കടന്നു വരണേന്ന് പറയാം. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ വളരുന്നത്. നമ്മൾ ചന്തയുടെ ജീവിത സാഹചര്യമാണെങ്കിൽ ആ ചന്ത ലെവലിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ കാണിക്കുക. ഇവിടെ ചന്ത പ്രവൃത്തിയല്ല, ദേവാലയ പ്രവൃത്തിയാണ്. ആ ദേവാലയത്തിൻ്റെതായ ഒരു അടക്കവും ചിട്ടയും അല്ലെങ്കിൽ ആ ഒരു ദൈവ സാന്നിധ്യ അനുഭവമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിനെ വിളിക്കാനായിട്ട്, യേശുവിൻ്റെ ദേവാലയമാണ്, യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആ യേശുവിനെ വിളിക്കുവാനായിട്ട് നമ്മൾ കാതുകളും കണ്ണുകളും അല്ലെങ്കിൽ ഹൃദയവും നാവും മധുരങ്ങളൊക്കെ ഉയർത്തുന്നത്. ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? യേശു നമ്മളോടും പറയും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. യേശു പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവയേക്കാൾ അധികവും നമുക്ക് ചെയ്യാൻ പറ്റും. യേശു കാണിച്ചു തരും. നിങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുവാനായിട്ട് ദൈവം തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ദൈവിക പ്രവൃത്തികളായിട്ട് വർദ്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തിന്മയോട് ചേർന്ന് നിൽക്കുന്നവൻ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നന്മയോട് ചേർന്ന് നിൽക്കുന്നവൻ നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഉപകാരം? ഇതൊക്കെ ചെയ്താൽ എന്താ ഉപകാരം കിട്ടുന്നത്? യേശു ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറഞ്ഞത് കേട്ടാലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ വചനം കേൾക്കണം, എന്നിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിലോ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, വിശ്വസിക്കണം, വിശ്വസ്തതാപൂർവം വിശ്വസിക്കണം, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. അപ്പോൾ എന്തുണ്ടാകും? നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്നാ നമ്മളെ പുറന്തള്ളിയത്, നിത്യജീവൻ ഇല്ലാതെയാക്കിയത്? ഈ ആദിമാതാപിതാക്കന്മാർ അവിടെ ഒരു കുഞ്ഞു പ്രവൃത്തി, അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. വിശ്വസ്തത കേട് കാണിച്ചു എന്നതാണ്, വിശ്വാസക്കുറവ് കാണിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു തെറ്റ് അല്ലേ? പറുദീസായിൽ രണ്ടുപേരും തുണിയില്ലാതെ വളരെ സന്തോഷത്തോടെ, എന്ത് ഫ്രീ ആയിരുന്നു, എന്ത് സ്വാതന്ത്ര്യമായിരുന്നു. ഇന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് മുറവിളി കൂട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ മതി. നമ്മളെല്ലാ ഉടയാഭരണങ്ങളൊക്കെ ഇടും, എന്നിട്ടും സ്വാതന്ത്ര്യമില്ല. നമ്മൾ വണ്ടിയിലും എല്ലാം അടിച്ചു പൊളിച്ച് നടക്കും, എന്നിട്ടും സ്വാതന്ത്ര്യമില്ല. നമ്മൾ ഇന്നും പറയുന്ന സ്വാതന്ത്ര്യമില്ല, കുടുംബത്തിൽ സ്വാതന്ത്ര്യമില്ല. മക്കൾ പറയും എനിക്ക് സ്വാതന്ത്ര്യമില്ല, മാതാപിതാക്കന്മാർ പറയും എൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കേടാണ് നമുക്ക് കാണുന്നത്. സ്വാതന്ത്ര്യമില്ല. അന്ന് സ്വാതന്ത്ര്യത്തോടെ മാതാപിതാക്കന്മാർ സഞ്ചരിച്ചു, ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു. പക്ഷേ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചപ്പോൾ നിത്യജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പുറന്തള്ളി. ഈ പുറന്തള്ളി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗഭാക്കുകളായിട്ടിങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. നിത്യജീവൻ നമുക്കുണ്ട്. ആ നിത്യജീവൻ കരസ്ഥമാക്കേണ്ടതിനാണ് ഈ പറുദീസ അല്ലെങ്കിൽ ദൈവത്തോടു കൂടിയുള്ള സഹവാസം, അതായത് ദൈവത്തിനോടൊപ്പം വസിക്കുന്ന ആ ഒരു നിത്യജീവൻ, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതാണല്ലോ നിത്യജീവൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതൊരു നിസ്സാര ജീവനാണ്, നിത്യജീവനല്ല, ഒരു താൽക്കാലിക ജീവനാണ് നമുക്കിവിടെ ഉള്ളത്. അത് നിത്യജീവനിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് യേശുവിൽ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കുക, അവൻ്റെ വചനം പാലിക്കാനായിട്ട് തയ്യാറാണ്. അറിഞ്ഞത് അനുസരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ദൈവം പറഞ്ഞത് അച്ചടിച്ച് അനുസരിക്കാനായിട്ട് തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ നിത്യജീവനുണ്ട്. അതായത് യേശുവിനോടൊപ്പം, ദൈവത്തോടൊപ്പം സ്വർഗീയ ജീവൻ, ദൈവിക ജീവൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഈ ദൈവിക ജീവനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ദൈവിക ജീവൻ ഉണ്ടാവണം, സ്വർഗീയ ജീവൻ ഉണ്ടാകണം. അപ്പോഴാണ് സ്വാതന്ത്ര്യം എന്തെന്നുള്ള അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമായാൽ, നിങ്ങളിൽ സ്വാർത്ഥത നിറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനില്ല, നിങ്ങൾ നശിച്ചു. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ നോക്കിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഇവാലുവേഷൻ നടത്ത്. ഇന്നിവിടെ ഇരുന്നിട്ട് നിങ്ങളിലേക്കൊന്ന് നോക്കിയേ, ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കോ. എന്തൊക്കെ കുറവുകളുണ്ടോ? ഒരു ഭംഗിയില്ല, ഇന്നത്തെ ഡ്രസ്സ് ഇട്ടത് ശരിയായില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും
ഒന്ന് കുളിച്ചിട്ടില്ല, പല്ല് തേച്ചത് അങ്ങോട്ട് ശരിയായിട്ടില്ല, ഉള്ളിൽ എന്തോ ഭയങ്കര വിഷമമൊക്കെ തോന്നാം, എൻ്റെ കുടുംബത്തിൽ പ്രാരാബ്ധങ്ങൾ കൂടി വരിക, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി വരിക. ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിയുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന എല്ലാ കുറവുകളെയും നിങ്ങൾ പരിധി നോക്കും. വലിയൊരു വാറോല ലിസ്റ്റ് ഉണ്ടാക്കാം, വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. പാപത്തിൻ്റെ ലിസ്റ്റിനേക്കാളും വലിയ ലിസ്റ്റായിരിക്കും നിങ്ങളുടെ കുറവുകളുടെ ലിസ്റ്റ്. എനിക്കതില്ല, മാനസികമായിട്ട് കുറേ കുറവുകൾ, ശാരീരികമായിട്ട് കുറേ കുറവുകൾ, ഇനി ആത്മീയമായിട്ട് അതിനേക്കാളും കുറവുകൾ, വലിയ 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 ലിസ്റ്റുകൾ നമുക്കുണ്ടാക്കാം. ഈ ലിസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അതെപ്പോഴാണ് ഈ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, തന്നിലേക്ക് നോക്കുമ്പോഴാണ് ഈ ലിസ്റ്റുകളുടെ എണ്ണം കൂടുന്നത്. ഇന്നിപ്പോൾ വലിയ ലിസ്റ്റായിട്ടായിരിക്കാം നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവുക പ്രാർത്ഥിക്കാനായിട്ട്. ഈ ലിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒന്നെങ്കിലും കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ദൈവത്തിനെ ആരാധിക്കാനായിട്ടുള്ളത് എൻ്റെ ലിസ്റ്റിൻ്റെ കണക്കിൽ ഒരെണ്ണമെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ മോൻ്റെ ഒരു കല്യാണം നടന്നിരുന്നെങ്കിൽ, എൻ്റെ ചേട്ടനൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ പഠനം ഒന്ന് പാസ്സായിരുന്നെങ്കിൽ, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇഫ് ക്ലോസ് വെച്ചിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി വന്നിരിക്കുക നിങ്ങൾ. അത് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത്. ഈ അവസ്ഥേനെ ഒന്ന് തമ്പുരാന് വിട്ടുകൊടുത്തേ. യേശുവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിൻ്റെ വചനം കേൾക്കുകയാണ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഭയപ്പെടേണ്ട, സമാധാനമായിരിക്കും, കൂടെയുണ്ട്, ഞാനുണ്ട്, കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ യേശു എല്ലായ്പ്പോഴും പറയുന്നത്, ദൈവം പണ്ടേ മുതലേ പറയുന്ന ഒരു അവസ്ഥയാണ്, ഞാൻ കൂടെയുണ്ട് കേട്ടോ, ഭയപ്പെടേണ്ട, നീ സമാധാനമായിട്ടിരുന്നുള്ളൂ എന്നൊക്കെ പറയാറില്ലേ? ആദ്യം പറുദീസായിൽ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങ് സഞ്ചരിച്ച വ്യക്തികളാണ്. അത് കഴിഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിപ്പിച്ചപ്പോൾ പുറത്ത് തള്ളപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പ്രവാചകന്മാരിലൂടെയൊക്കെ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടന്ന്, ഇതൊക്കെയാണ് മകളെ ഇത് ചെയ്യുക, ഇതാണ് വഴി, ഇതിലെ പോവുക, ഇതെല്ലാം എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ വഴിവിട്ട് പോയ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്, അല്ല ദൈവം പറയുന്നത്, തൻ്റെ പുത്രനെ തന്നെ അങ്ങോട്ട് അയച്ചു. ഇതാണ് സഹനമാണ് സ്നേഹം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമുക്കുണ്ടാകും. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് പഠിപ്പിച്ചു, നമ്മളെ അനുസരിക്കാനായിട്ട് നമ്മളെ പറഞ്ഞു തന്നു. അപ്പോഴും അനുസരിച്ചില്ല. എന്നിട്ട് യേശുവിന് വിഷമായി. എന്താ ചെയ്യുക? ഇനി എങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ പറ്റുക? ഞാൻ കൂടെയുണ്ടെന്നുള്ളത് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? എന്താ ചെയ്ത യേശു? ഇനി കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കണമില്ല. യേശു ഉള്ളിലേക്ക് വന്ന് പിന്നെയും പറയാം. എങ്ങനെ ഉള്ളിലേക്ക് വരണേ? കുർബാനയായി. യേശു കുർബാനയായി, വിശുദ്ധ കുർബാനയായി, നമ്മുടെ ജീവൻ്റെ ജീവനായി, മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായി അലിഞ്ഞു ചേർന്ന് കൊണ്ട് നമ്മളിലായിരുന്നു കൊണ്ട് യേശു അപ്പോഴും പറയാം, മോനെ മോളെ ഞാനുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഇങ്ങ് ദൂരെയല്ല, പറുദീസായിൽ നമ്മൾ അങ്ങറ്റത്തോ ഈ അങ്ങറ്റത്ത് നടന്ന പോലെയൊന്നല്ല. എൻ്റെ വചനം മാത്രമല്ല നിങ്ങളിൽ തന്നിട്ടുള്ളത്, മകനെ മകളെ നിൻ്റെ കൂടെ നിന്നിലായിരുന്നു കൊണ്ട് നിൻ്റെ മാംസത്തിൻ്റെ മാംസം രക്തത്തിൻ്റെ ഒരു സ്ഥലത്തും ഒരു മതത്തിലും ഇല്ലാത്ത അത്രമാത്രം ദൈവം സ്നേഹിച്ചുകൊണ്ട് എല്ലാം മായി തീർന്നുകൊണ്ട് നമ്മളിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ വസിക്കുന്നു. എന്നിട്ടാണ് പറഞ്ഞു തരുന്നത്, ഇതാണ് അവസ്ഥ, ഭയപ്പേടിക്കേണ്ട, നിനക്ക് ജീവനുണ്ട്, നീ മൃതനായിട്ടില്ല. മരിച്ചു കിടക്കുന്ന വ്യക്തികളോട് യേശു ദൈവം പറയുന്നത് ഇത് തന്നെയാണ്, നിനക്ക് നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മരിച്ചാലും, മൂന്നാമത്തെ ഒരു സത്യം യേശു വെളിപ്പെടുത്തുകയാണ്, മരിച്ചാലും പേടിക്കണ്ട. എൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഞാൻ ഉയർപ്പിക്കും. അത് കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ല അത് കേട്ടു കഴിഞ്ഞു. അവിടെയാണ് ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കുമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവനാണ് ജീവനുള്ള വ്യക്തികളായിട്ട് മാറുന്നത്. അന്യസ്വരങ്ങൾ ശ്രവിക്കുന്ന വ്യക്തികൾ അന്യരുടെയായി മാറും. അന്യസ്വരങ്ങൾ ശ്രവിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അന്യരുടെയായിട്ട് മാറും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ടെങ്കിലോ ദൈവത്തിൻ്റെ മകനോ മകളായി മാറുമെന്നുള്ളതാണ്. നമ്മളൊക്കെ ആരുടെ സ്വരം ശ്രവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കാം. മാതാപിതാക്കന്മാരുടെ സ്വരം ശ്രവിക്കുന്ന മക്കളാണെങ്കിൽ ആരുടെ ആയിരിക്കും? നമ്മളൊക്കെ പറയില്ലേ, മോന ആരുടെ മോനാ? എൻ്റെ മോനെ പൗലോസിൻ്റെ മോനാ, ലില്ലിയുടെ മോനാന്ന് പറയും. നമ്മൾ മൊത്തത്തിൽ ആരുടെ മോനാ? യേശുവിൻ്റെ മോനാണോ മോളാണോ? ആണോ? ഒന്ന് ഉറക്കെ പറഞ്ഞ എൻ്റെ യേശുവിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്നൊന്ന് പറഞ്ഞ്.
അവിടെ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണ് യേശുവിൻ്റെ മകനും മകളായിട്ട് തീരുന്നത്. യേശുവിൻ്റെ സ്വരം ശ്രവിക്കാൻ. ആരുടെ മകനെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ആ ഒരു എന്താ പറയുക, ശാരീരിക പ്രവൃത്തികൾ അല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ, എന്നാൽ ആത്യന്തികമായിട്ട് ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി, ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമെന്നുള്ളത് വലിയ നിർബന്ധമൊന്നുമില്ലാത്തതാ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായതിന് കാരണം അത് ദൈവമാണ്. അപ്പോൾ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ പറയും അത് എൻ്റെ യേശുവിൻ്റെ മകനാണ്, മകളാണ് ഞാൻ എന്ന് പറയാനായിട്ട് സാധിക്കും. യേശുവിനെ ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ പിതാവിനെ ആരാധിക്കും. ഇനി നിങ്ങൾ പറയും യേശുവിനെ മാറ്റി നിർത്തിയിട്ടാണ് പിതാവിനെ ആരാധിക്കാനായിട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിതാവിനെ ആരാധിക്കുന്നതിന് എല്ലാവരും തന്നെ യേശുവിനെ ആരാധിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് യേശു വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ എന്തുമാത്രം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ് എന്നൊന്ന് ചിന്തിച്ച് നമ്മെ തന്നെ വിലയിരുത്താനായിട്ട് പരിശ്രമിക്കുക. യേശുവിൻ്റെ മകനാണെങ്കിൽ നമ്മളിൽ അത്ഭുതം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിനെ പോലെ സഹനമാണ് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും. അതിനു വേണ്ടിയിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് ഈ ദൈവബലിയിൽ നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.